നമസ്കാരം. ഇന്നിപ്പോൾ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. 50ാം ദിവസം സമരം കടുപ്പിച്ച ആശമാർ. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധം. അവകാശങ്ങൾ നേടിയെടുക്കാൻ ജീവൻ കളയാനും തയ്യാറെന്ന മുന്നറിയിപ്പ്. ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ആർക്കും നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റൂല. ആ രീതി നിങ്ങൾ ചെയ്യും. റീ എഡിറ്റിംഗിലും ഖേദപ്രകടനത്തിലും തീരാതെ എംപുരാൻ വിവാദം. പൃഥ്വിരാജിന് ദേശവിരുദ്ധരുടെ ശബ്ദമെന്ന് RSS മുഖപത്രം. റീ എഡിറ്റിംഗ് വേണ്ടിയിരുന്നില്ലെന്ന് മന്ത്രിമാരായ സജി ചെറിയാനും പി രാജീവും. റീസെൻസറിംഗ് നടത്തിയതിൽ മുരളി ഗോപിക്ക് അതൃപ്തിയെന്ന് സൂചന. പൃഥ്വിരാജിനെതിരായ ആക്രമണം ചെറുക്കുമെന്ന് മല്ലിക സുകുമാരൻ. എംപുരാൻ ടീമിനെ പിന്തുണച്ച ആസിഫ് അലി. വഖഫ് ബില്ലിലെ KCBC നിലപാട് സ്വാഗതം ചെയ്ത കേന്ദ്ര സർക്കാർ. KCBC വാർത്താക്കുറിപ്പ് പങ്കുവച്ച് കിരൺ റിജിജു. വെട്ടിലായി കോൺഗ്രസ്. ബിൽ ചൊവ്വാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാൻ നീക്കം. ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ വിശ്വാസികൾ. ലഹരിക്കെതിരെ പോരാടാൻ ആഹ്വാനം. പ്രധാനപ്പെട്ട ഉത്ബോധനം എല്ലാ പള്ളികളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. ഗ്രാൻഡ് മസ്ജിദിലെ നിസ്കാരവും പ്രഭാഷണത്തിനും ശേഷം ജനനിര എന്നൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറമെ ഒമാനിലും പെരുന്നാൾ ഇന്ന്. ചർച്ചകൾക്ക് തയ്യാറെന്ന യാക്കോബായ സഭയുടെ നിലപാട് സ്വാഗതം ചെയ്ത ഓർത്തഡോക്സ് സഭ. രാജ്യത്തെ നിയമം അംഗീകരിക്കാൻ ആദ്യം തയ്യാറാകണം. മറ്റൊരു സഭയായി നിലകൊള്ളാനാണ് തീരുമാനമെങ്കിൽ കയ്യേറ്റി വെച്ചിരിക്കുന്ന പള്ളികൾ തിരികെ നൽകണമെന്നും വാർത്താക്കുറിപ്പ്. വീണ്ടും കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് ശശി തരൂർ. ഇത്തവണ പ്രശംസ കോവിഡ് കാലത്തെ വാക്സിൻ നയത്തിൽ. വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തിയെന്ന് തരൂർ. സ്വാഗതം ചെയ്ത് BJP. IPL-ൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. മുംബൈ ഇറങ്ങുന്നത് ആദ്യ ജയം തേടി. വിജയം തുടരാൻ കൊൽക്കത്ത. വാർത്തയിലേക്ക് വിശദമായി. തലമുണ്ടനം ചെയ്തും മുടി മുറിച്ചും പ്രതിഷേധിച്ച ആശാപ്രവർത്തകർ. വേണ്ടിവന്നാൽ ജീവൻ കളയാനും തയ്യാറെന്നും സമരം കൂടുതൽ ശക്തമാക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. രാപ്പകൽ സമരം 50ഉം നിരാഹാര സമരം 12ാം ദിവസത്തിലേക്കും കടന്നു. നിരവധി സമരങ്ങൾക്ക് സാക്ഷിയായ സെക്രട്ടേറിയറ്റ് മുൻവശം ഇന്ന് കണ്ടത് അസാധാരണവും അതിവൈകാരികവുമായ സമരരൂപം. ആദ്യം അഴിച്ചിട്ട മുടിയുമായി ആശമാരുടെ പ്രകടനം. പിന്നെ ഒരു കൂട്ടം സ്ത്രീകൾ ഒന്നിച്ച് മുടിമുറിച്ചു. ചിലർ തലമുണ്ടനം ചെയ്തു. കണ്ണീരുമായി സർക്കാരിനെതിരെ ശാപവർഷം. മുടി മാത്രമല്ല, ജീവനും ത്യജിക്കാൻ തയ്യാറെന്ന ഭീഷണി. അതിന് കൂലി ചോദിച്ചതുകൊണ്ടായി ഇത്രയും മാത്രം ഗതികെട്ട് വയ്പ്പിക്കാൻ പറ്റത്. ഇനി ഇതിൽ നിൽക്കില്ല. ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ആർക്കും നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റൂല. ആ രീതി നിങ്ങൾ ചെയ്യും. ഇത് ഉറപ്പാണ്. ഇതെന്റെ കരയിലടിച്ച് പറയണം. ഇത് സത്യം. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ചെയ്യും. ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചെയ്യും. സത്യമായിട്ടും ചെയ്യും. അവധി ദിനത്തിലും സമരപ്പന്തലിലെ പങ്കാളിത്തത്തിന് കുറവില്ല. വൈദികരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പിന്തുണയുമായി ഇന്നും സമരപ്പന്തലിലെത്തി. കഴിഞ്ഞ 3 തവണ ഈ സമരപ്പന്തലിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ തീവ്രമായ ഒരു വികാരമാണ്
തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. മനസാക്ഷിയുള്ള ആർക്കും ഇന്നത്തെ ഈ ദിവസം ഇവരുടെ കൂടെ വരാനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ചെയ്തേ മതിയാവൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടി മുറിച്ച് പ്രതിഷേധത്തിന് ആലപ്പുഴയിലെ ആശമാരുടെ ഐക്യദാർഢ്യവും. തലവടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് മുടി മുറിച്ച ആശാവർക്കർമാർ പ്രതിഷേധിച്ചത്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തലവടി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സമരം ആശമാരുടെ ജീവിത സമരം 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 ജീവിത സമരം 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 ജീവിത സമരം ആശമാരുടെ ജീവിത സമരം ആശമാരുടെ ജീവിത സമരം അധികാരികളെ. പൃഥ്വിരാജിനെതിരെ വീണ്ടും വിമർശനവുമായി RSS മുഖപത്രം ഓർഗനൈസർ. പൃഥ്വിയുടേത് ദേശവിരുദ്ധ ശബ്ദമെന്നാണ് വിമർശനം. സിനിമ റീ എഡിറ്റ് ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. എന്നാൽ വിമർശകർ പൃഥ്വിയെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെന്നാണ് മല്ലിക സുകുമാരന്റെ വിമർശനം. വിവാദങ്ങൾ കത്തുമ്പോഴും പ്രതികരിക്കാനില്ലെന്നാണ് മുരളി ഗോപി പറഞ്ഞത്. ചിത്രം റീ എഡിറ്റ് ചെയ്തിട്ടും ഖേദം പ്രകടിപ്പിച്ചിട്ടും പൃഥ്വിരാജിനെതിരായ ആക്രമണം തുടരുകയാണ്. പൃഥ്വിരാജിനെ ദേശവിരുദ്ധരുടെ ശബ്ദമെന്നാണ് RSS മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനത്തിലെ വിമർശനം. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരിൽ ഒരാളാണ് പൃഥ്വിരാജെന്നും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തെ പിന്തുണച്ചുവെന്നും വിമർശിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനാണ് പൃഥ്വിരാജ് ശ്രമിക്കുന്നത്. സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സയ്യിദ് മസൂദ് എന്നത് ഭീകരവാദ സംഘടനയുടെ നേതാവിന്റെ പേരാണ്. അത് മനഃപൂർവ്വമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയതെന്നും ഓർഗനൈസർ ആരോപിക്കുന്നു. ഇത്തവണ സഹോദരൻ ഇന്ദ്രജിത്തിനെയും വെറുതെ വിട്ടില്ല ഓർഗനൈസർ. അതേസമയം സിനിമ കാണില്ലെന്ന നിലപാട് ആവർത്തിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു. All I have said yesterday is, given the controversy around the movie and given the feedback that I have received, I have chosen not to watch it. സിനിമ റീ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. അസഹിഷ്ണുതയുള്ളവരാണ് എതിർക്കുന്നതെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുവെന്നും മന്ത്രി വിമർശിച്ചു. റീ എഡിറ്റ് ചെയ്യിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് മന്ത്രി P. രാജീവും പ്രതികരിച്ചു. സിനിമ എടുക്കുന്നവരെ രാജ്യദ്രോഹിയാക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി. സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഒരു സിനിമ എന്ന നിലയിൽ ഒരു കലാപ്രവർത്തനത്തിൽ കാണിക്കുമ്പോൾ അതിന് അസഹിഷ്ണുതയോടെ കാണേണ്ട കാര്യമില്ല. അപ്പോൾ അസഹിഷ്ണുത ഉള്ളവരാണ് ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്നത്. ഒരു സിനിമ നടക്കുമ്പോൾ അത്തരത്തിൽ ആളുകളെ രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ നിലപാട് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ്. ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിലപാടുകൾ പറയരുത് എന്നൊരു സന്ദേശം കൈമാറാനാണ് അത്തരം സമീപനങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത്. പൃഥ്വിക്കെതിരായ ആക്രമണങ്ങളിൽ ശക്തമായ മറുപടി നൽകിയാണ് മല്ലിക സുകുമാരൻ. പൃഥ്വിരാജിന്റെ ജാതകം RSSന്റെ മുഖപത്രത്തിന് അറിയില്ലെന്നാണ് മല്ലിക സുകുമാരന്റെ മറുപടി. പൃഥ്വിക്ക് സിനിമയിൽ തന്നെ ശത്രുക്കളുണ്ടെന്നും ഇവിടെ നിന്ന് കൊടുക്കുന്ന റിപ്പോർട്ടാണ് അവർ പത്രത്തിൽ പറയുന്നതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. സിനിമ കണ്ട ശേഷം മേജർ രവി ചരിത്ര നേട്ടമെന്നാണ് പുകഴ്ത്തിയതെന്നും പിന്നീടാണ് വിമർശനവുമായി രംഗത്തെത്തിയതെന്നും മല്ലിക സുകുമാരൻ പരിഹസിച്ചു. എമ്പുരാന്റെ സ്ക്രിപ്റ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് വായിച്ചതാണ്. ഒടുവിൽ പൃഥ്വിയെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്നാണ് ന്യൂസ് 18നോട് പറഞ്ഞത്. ചിത്രം റീസെൻസറിംഗ് നടത്തിയതിൽ മുരളി ഗോപിക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. എമ്പുരാൻ ടീമിന് പൂർണ്ണ പിന്തുണ നൽകി നടൻ ആസിഫ് അലിയും രംഗത്തെത്തി. നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവർ ഒളിച്ചിരുന്ന് കല്ലെറിയുകയാണ്. സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക, അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം. അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക, ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുമല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മളുടെ ഇനിയുള്ള പ്രതികരണങ്ങളും എല്ലാ കാലത്തും പ്രതികരണങ്ങളും. എന്നെ എമ്പുരാൻ കണ്ട എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 5:30 മേജർ രവിക്കെതിരെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസ്താവന ഇറക്കി. ഓന്ത് നിറം മാറുന്നത് പോലെയാണ് മേജർ രവിയുടെ നിലപാട്. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിനെ മാപ്പ് പറഞ്ഞെന്ന തരത്തിൽ പ്രചരിപ്പിച്ചത് മേജർ രവിയാണെന്നും മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ചർച്ചകൾക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭയുടെ നിലപാട് സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. ആത്മാർത്ഥതയോടെയാണ് പറഞ്ഞതെങ്കിൽ മലങ്കരയിൽ സമാധാനമുണ്ടാകും. രാജ്യത്തെ നിയമത്തെ അംഗീകരിക്കുന്നു എന്ന് പറയാൻ ആദ്യം യാക്കോബായ സഭ തയ്യാറാകണം.
മറ്റൊരു സഭയായി നിലകൊള്ളാനാണ് തീരുമാനമെങ്കിൽ കയ്യേറി വെച്ചിരിക്കുന്ന പള്ളികൾ തിരികെ നൽകണമെന്നും ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ബിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. ചൊവ്വാഴ്ച ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കാനാണ് നീക്കം. അതിനിടെ ബില്ലിനെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പിന്തുണയ്ക്കണമെന്ന KCBC നിലപാട് കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കെ ബിൽ ധൃതി പിടിച്ച് കൊണ്ടുവരേണ്ടെന്ന അഭിപ്രായം NDAയിലും ഉണ്ട്. വഖഫ് നിയമ ഭേദഗതി ബിൽ നടപ്പു സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ബജറ്റ് സമ്മേളനം അവസാനിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ബിൽ പാസാക്കിയെടുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം. നാളത്തെ അജണ്ടയിൽ ബിൽ ഉൾപ്പെട്ടിട്ടില്ല. മറ്റന്നാൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതിനിടെ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നും കേരളത്തിലെ എംപിമാർ പിന്തുണയ്ക്കണമെന്നുമുള്ള KCBC സർക്കുലർ കേന്ദ്ര സർക്കാർ ആയുധമാക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും KCBC നിലപാടിനെ സ്വാഗതം ചെയ്തു. और वक्फ कानून पास होने के बाद खास करके मुसलमानों में जो गरीब तबके के लोग हैं, महिला हैं, बच्चों हैं, सबके लिए बहुत बड़ा लाभ होने वाला है और देश के लिए भी ये बहुत फायदा वाला कानून है और इसको सब लोग मिलकर के समर्थन करना चाहिए. ബില്ലിനോട് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിയോജിപ്പ് തുടരുമ്പോൾ ബില്ലിലെ എല്ലാ വ്യവസ്ഥകളും എതിർക്കുന്ന നയം സ്വീകരിക്കേണ്ടതില്ലെന്ന നിലപാട് ചില കോൺഗ്രസ് അംഗങ്ങൾക്കുണ്ട്. KCBC സർക്കുലർ ചർച്ച ചെയ്യണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ ബില്ല് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ ഒരു കൃത്യമായ രൂപം വന്നിട്ടില്ല. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പുതിയ ബില്ലാണ് ഇനി വരാൻ പോകുന്നത്. ആ ബില്ലിലെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് പ്രതികരിക്കാൻ പറ്റൂ. അതേസമയം ബില്ലിൽ NDAയിലും BJPയിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ ബിൽ മാറ്റിവെക്കണമെന്നാണ് ആവശ്യം. ബില്ലിനെ പരസ്യമായി എതിർക്കാത്ത JDUവിനും TDPക്കും മേൽ സമ്മർദ്ദം ശക്തമാണ്. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മുസ്ലിം സംഘടനകൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. വഖഫ് നിയമ ഭേദഗതിയെ രൂക്ഷമായി വിമർശിച്ച് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. വഖഫ് നിയമ ഭേദഗതി വിശ്വാസത്തിനെതിരാണ്. വഖഫ് അള്ളാഹിന്റെ ധനമാണ്. വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണ്. ബിൽ പാസായാൽ വഖഫ് സ്വത്തുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയും ഇമാം പങ്കുവച്ചു. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ. സഹോദരങ്ങളെ, വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ലഹരിക്കെതിരെ നാടെങ്ങും ഒരുമിക്കുമ്പോൾ ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ വേദി കൂടിയായി ഈദ്ഗാഹുകൾ മാറി. വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷമെത്തിയ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും ബന്ധുക്കളെ സന്ദർശിച്ചും സൗഹൃദം പുതുക്കിയും വിപുലമായ ആഘോഷങ്ങളാണ് എല്ലായിടത്തും. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുടെ വേദി കൂടിയായിരുന്നു ഇത്തവണ ഈദ്ഗാഹുകൾ. ലഹരിക്കെതിരെ സർക്കാരും മാധ്യമങ്ങളും നടത്തുന്ന ക്യാമ്പയിനുകളെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കണമെന്ന തിരുവനന്തപുരം പാളയം ഇമാം VP ഷുഹൈബ് മൗലവി ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ നിൽക്കണം. ഈ റമളാന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരിയടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല, റമളാനിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അണിചേരാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. മലപ്പുറം കോട്ടപ്പടിയിലും മാദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിലും വിപുലമായാണ് ഈദ്ഗാഹ് നടന്നത്. മാദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ ഈദ്ഗാഹിന് ശേഷം SYS ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ജനനിര എന്ന് പേരിട്ട ക്യാമ്പയിൻ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയവും മറൈൻ ഡ്രൈവും കേന്ദ്രീകരിച്ചായിരുന്നു ഈദ്ഗാഹ് നടന്നത്. കലൂരിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സുബൈർ PDAക്കൽ നേതൃത്വം നൽകി.
കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കോഴിക്കോട് ഇടിയങ്ങര ശൈഖ് പള്ളിയിൽ ലഹരിക്കെതിരായ പ്രതിജ്ഞ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് ചൊല്ലിക്കൊടുത്തു. ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത മനുഷ്യ സമൂഹം ഒരിക്കലും തയ്യാറല്ല. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരായ സന്ദേശം പകരുകയായിരുന്നു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും. ഓരോ വീടുകളിലും ലഹരിക്കെതിരായ ഉദ്ബോധനം എത്തിച്ചേരേണ്ടതുണ്ടെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ലഹരി പോലെ തന്നെ തിരിച്ചറിഞ്ഞ് നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒന്നാണ് വർഗീയതയെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. സാംസ്കാരികമായ ഒരു വലിയ അധപതനം ഈ ഒരു ലഹരി ഉപയോഗിച്ചിട്ട് വന്നിരിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുക എന്നുള്ളത് സാമൂഹികപരമായ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ ഒരു പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരുന്നു. എല്ലാ ഇഫ്താർ പാർട്ടികളിലും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. അത് നമ്മൾ തുടരുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ലഹരിയാണ്. അവിടെയാണ് ഉത്ഭവം. അതും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മദ്യമായാലും മയക്കുമരുന്നായാലും ഒക്കെ. മദ്യത്തിനും പിന്നെ അളവ് കൂടിയാൽ മനുഷ്യനെ ഏത് ലെവലിലും എത്തിക്കാനുള്ള ഇതുണ്ടല്ലോ. സ്വബോധം പോകുമല്ലോ. സ്വബോധം പോകുന്നതാണ് പ്രശ്നം. ലഹരിക്ക് എതിരായി സമൂഹം ഉറച്ചു നിന്നാൽ തീർച്ചയായും ലഹരി ഇല്ലാതാവും. ഒരു സംശയവും എനിക്ക് കാര്യത്തിലില്ല. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെയാണല്ലോ ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലിതില്ലല്ലോ, നമ്മുടെ കുട്ടികളിത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പലപ്പോഴും അനുഭവങ്ങളും സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരിൽപ്പെട്ടവരാണ് അതിലേക്ക് പെടുന്നത്. അപ്പോൾ അത് ഇതൊരു സാമൂഹ്യ വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മഹലും എല്ലാവരും ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവോടെ ഒറ്റക്കെട്ടായ രീതിയിൽ ഇതിനൊക്കെ എതിർക്കേണ്ടതുണ്ട്. ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ദിനത്തിലെ റിയൽ കേരള സ്റ്റോറിയാണ് കോഴിക്കോട് കിണാശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹ്. ക്ഷേത്രോത്സവം നടക്കുന്ന അതേ വേദിയിലാണ് പെരുന്നാൾ നമസ്കാരത്തിനുള്ള സൗകര്യവും ഒരുക്കിയത്. പള്ളിയാറയ്ക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കിണാശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട്. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനായി മാസങ്ങൾക്ക് മുമ്പേ സ്കൂൾ ഗ്രൗണ്ട് ക്ഷേത്ര കമ്മിറ്റി ബുക്ക് ചെയ്തു. ഇതിനിടയിലാണ് ഈദ്ഗാഹ് എത്തിയത്. ഇതേ ഗ്രൗണ്ടിലാണ് വർഷങ്ങളായി ഈദ്ഗാഹും നടന്നുവരുന്നത്. ഉത്സവവും പെരുന്നാൾ നമസ്കാരവും 2 സമയത്തായി നടന്നു വന്നതിനാൽ പരസ്പരം വേദിയെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം 2 സംഘാടകർക്കും വന്നിട്ടില്ല. പള്ളിയറ കിണാശ്ശേരി പള്ളിയറ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഈദ്ഗാഹ് ഇത്തവണ വന്നപ്പോൾ ഈ ക്ഷേത്ര ഉത്സവവും ഈദ്ഗാഹും ഒക്കെ ഒന്നിച്ച് വന്നപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നൊരു ആശയക്കുഴപ്പം പെട്ടെന്ന് ഈ ഈദ്ഗാഹ് സംഘാടകരിൽ ഉണ്ടായി. ഈ ഗ്രൗണ്ട് വിട്ടുകൊടുക്കുന്നതിന് മറ്റൊരു കാര്യം പോലും ആലോചിക്കേണ്ട സാഹചര്യമുണ്ടായില്ല. തുറന്ന മനസ്സോടുകൂടി അമ്പല കമ്മിറ്റിക്കാർ തന്നെയാണ് ഈ ഉത്സവത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇത്തവണ ഈദ്ഗാഹ് എല്ലാവരും കൂടിച്ചേർന്നുള്ള പ്രാർത്ഥനകൾ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ഉത്സവവേദിയിൽ തന്നെ ഈദ്ഗാഹ് നടത്തണമെന്ന് ആദ്യം പറഞ്ഞത് അമ്പല കമ്മിറ്റിക്കാരാണ്. അമ്പല കമ്മിറ്റി തന്നെ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ ഈദ്ഗാഹ് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ മതത്തിൻ്റെയും ജാതിൻ്റെയും ഒക്കെ പേരിൽ തമ്മിൽ പോരടിക്കുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു കൂട്ടായ്മ, ഒരു മതസൗഹാർദ്ദ കൂട്ടായ്മ എന്നതിന് പറയാം. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മളെ ഈ ഒരു മഹലിലുള്ള കമ്മിറ്റി, അതേപോലെ അമ്പലത്തിൻ്റെ കമ്മിറ്റി, അവരെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ഇന്നലെ രാത്രി 12:30 പ്രോഗ്രാമായിരുന്നു, ഫുള്ള് ജനമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത്. രാത്രി വൈകി അവസാനിച്ച ഗാനമേളയ്ക്ക് ശേഷം ഈദ്ഗാഹിനായി വേദിയൊരുക്കാൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഒപ്പം നിന്നു. ഗ്രൗണ്ട് എടുത്തെങ്കിലും കൂടി ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാ. പോലീസ് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളെ പറ്റി ഒരു പ്രശ്നമാക്കണ്ട, ഞങ്ങൾ ഏറ്റെടുക്കും, നിങ്ങൾ ആരും കൂടി വരണ്ട, അത് ഞങ്ങൾ ഇന്ന് ചെയ്തോളെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അന്നദാനങ്ങളൊക്കെ ഇവിടെ ഇന്ന് മുതൽ അന്നദാനങ്ങൾ തുടങ്ങുകയാണ്. അപ്പം ഇവിടെ അന്നദാനം കഴിക്കാൻ വരുന്നതും ഞങ്ങൾ അങ്ങനെ തന്നെ ഒരു കുടുംബമാരിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് നമ്മളെ പ്രദേശത്തിനെ പറ്റി നിങ്ങൾ യാതൊരു വ്യാപപ്പെടേണ്ട, അത്രയും സുന്ദരമായിട്ടാണ് ഞങ്ങൾ പോണത്. കിണാശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നേരത്തെ നടന്ന ഇഫ്താർ സംഗമത്തിലും ക്ഷേത്ര ഭാരവാഹികൾ ഒന്നടങ്കം പങ്കെടുത്തിരുന്നു. ക്ഷേത്രത്തിലെ അന്നദാനത്തിൽ മഹല്ല് ഭാരവാഹികളും പങ്കെടുക്കും. MS അനീഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ. കോവിഡ് കാലത്തെ വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തി. നിർണായക സമയത്ത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ചെയ്യാത്ത നിലയിൽ 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി. സഹായഹസ്തം നീട്ടി. ഇതിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വിശ്വസ്ത സുഹൃത്തായി മാറിയെന്നും
കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പറഞ്ഞു. ദ വീക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് പ്രശംസ. തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് BJP രംഗത്ത് വന്നു. ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കില്ലെന്ന് കരുതാമെന്ന് BJP വക്താവ് ഷെഹ്സാദ് പുനേവാല പ്രതികരിച്ചു. പുതിയ ജനറൽ സെക്രട്ടറി ആരെന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സെക്രട്ടറി സ്ഥാനത്തേക്ക് സീനിയോറിറ്റി പരിഗണിക്കാൻ സർക്കാർ സർവീസ് അല്ലെന്നും MA ബേബി പറഞ്ഞു. അല്ല, അതെല്ലാം എന്നെക്കുറിച്ച് പല വാദപ്രചരണങ്ങളും നിങ്ങൾ നടത്താറുണ്ട്. അക്കൂട്ടത്തിൽ പരിഗണിക്കേണ്ട കാര്യമാണ്. എന്തായാലും ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കണ്ട. എമ്പുരാനാണല്ലോ ഇപ്പോഴത്തെ വിഷയം. പാർട്ടി കോൺഗ്രസ് മധുരൈ ചേരാൻ പോവുകയാണ്. അവിടെ എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ. അല്ല, ഇതിനകത്ത് ഇത് സർക്കാർ സർവീസ് അല്ല, സീനിയറും ജൂനിയറും ഒക്കെ തീരുമാനിക്കും. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യേണ്ടായി. ചർച്ചകൾക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭയുടെ നിലപാട് സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. ആത്മാർത്ഥതയോടെയാണ് പറഞ്ഞതെങ്കിൽ മലങ്കരയിൽ സമാധാനമുണ്ടാകുമെന്ന് വാർത്താക്കുറിപ്പ്. രാജ്യത്തെ നിയമത്തെ അംഗീകരിക്കുന്നുവെന്ന് പറയാൻ ആദ്യം യാക്കോബായ സഭ തയ്യാറാകണം. മറ്റൊരു സഭയായി നിലകൊള്ളാനാണ് തീരുമാനമെങ്കിൽ കയ്യേറി വെച്ചിരിക്കുന്ന പള്ളികൾ തിരികെ നൽകണമെന്നും ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കണ്ണൂരിൽ ക്ഷേത്രോത്സവ കലാശത്തിൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി CPM പ്രവർത്തകരുടെ ആഘോഷം. കണ്ണൂർ പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായാണ് കലശ ഘോഷയാത്ര നടന്നത്. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമുള്ള കൊടികളാണ് ഘോഷയാത്രയിൽ ഉപയോഗിച്ചത്. മലപ്പുറം കോട്ടക്കലിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് കിണറ്റിൽ വീണ് അച്ഛനും മകനും മരിച്ചു. കുന്നത്തുപടിയിൽ ഹുസൈൻ, മകൻ ഹാരിസ് ബാബു എന്നിവരാണ് മരിച്ചത്. മാറാക്കരയിലായിരുന്നു അപകടം. മലപ്പുറം, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും കരക്കെടുത്തത്. തിരുവനന്തപുരം വർക്കലയിൽ ഉത്സവം കണ്ട് മടങ്ങിയവരുടെ ഇടയിലേക്ക് റിക്കവറി വാഹനം ഇടിച്ചുകയറി അമ്മയും മകളും മരിച്ചു. പേരീറ്റ് സ്വദേശിനി രോഹിണി, മകൾ അഖില എന്നിവരാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കുപറ്റി. അമിത വേഗതയിൽ വന്ന വാഹനം സ്കൂട്ടറിൽ ഇടിച്ച ശേഷം റോഡിലൂടെ നടന്നു പോവുകയായിരുന്നവരെ ഇടിക്കുകയായിരുന്നു. പാലക്കാട് തച്ചമ്പാറയിൽ അപകടത്തിൽ ആശുപത്രി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. തച്ചമ്പാറ ചുഴിയോട് സ്വദേശി ശാന്തയാണ് മരിച്ചത്. ഇസാഫ് ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു ശാന്ത. ഭർത്താവിനൊപ്പം സഞ്ചരിച്ച് ബൈക്കിൽ ലോറി ഇടിക്കുകയായിരുന്നു. റോഡിൽ വീണ ശാന്തയുടെ തലയിലൂടെ ലോറി കയറിയിറങ്ങി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആംബുലൻസുകൾ വിതരണം ചെയ്ത് ജ്വല്ലറി ഗ്രൂപ്പായ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് ജില്ലയിലെ കൊപ്പം, ലക്കിടി, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് കെയർ സെന്ററുകൾക്കാണ് 3 ആംബുലൻസുകൾ നൽകിയത്. ഒറ്റപ്പാലം മനുശ്ശേരി KM സെന്ററിൽ നടന്ന ചടങ്ങ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ TP രാജഗോപാൽ, മാനേജിംഗ് ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ, പ്രജീഷ് രാജഗോപാൽ, ജനറൽ മാനേജർ സലീം, ബ്രാൻഡ് ഹെഡ് ഡെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ മികവ് കണക്കിലെടുത്താണ് കൊപ്പം, ലക്കിടി, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തതെന്ന് പ്രസാദ് രാജഗോപാൽ പറഞ്ഞു. നമ്മൾ വില്ലേജസിലാണ് ഇത് കൂടുതൽ അതിന് ഹെൽപ്ഫുൾ ആവുന്നത്. ആ ഏരിയയിലേക്ക് പാലിയേറ്റീവിൻ്റെ കെയറാണ് ഇത് കൊടുക്കുന്നത്. അവരാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിനാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഈ നാട്ടിൽ നിന്ന് വളർന്നു പോകുന്ന സ്ഥാപനമാണ്. അപ്പോൾ ഈ നാട്ടിൽ ചെയ്യാവുന്ന മാക്സിമം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഈ ഗ്രാമങ്ങളിലാണ് നമ്മൾ വളർന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത പ്രസാദ് രാജഗോപാൽ. കിഫ്ബി പദ്ധതികൾ വഴി ഏറ്റവും വികസന നേട്ടം സ്വന്തമാക്കിയത് വിദ്യാഭ്യാസ വകുപ്പെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അടുത്ത 1 വർഷം കൊണ്ട് കിഫ്ബി വഴി കോടികളുടെ വികസനമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ വരാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും അതിൻ്റെ തുടർച്ചയായ വിദ്യാകിരണവും പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അക്കാദമിക മികവ്, വിദ്യാലയ മികവ് എന്നും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നുമാണ് സർക്കാരിൻ്റെ നിലപാട്. ഈ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്ന പ്രവർത്തനങ്ങളെ പ്രധാനമായും 5 മേഖലയായി തരംതിരിക്കാം. ഭൗതിക സൗകര്യ വികസനം, ആധുനിക വൽക്കരണത്തിന്റെ ഭാഗമായ
സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കൽ, അക്കാദമിക മികവിനുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ജനകീയ തലം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, മറ്റ് പ്രവർത്തനങ്ങൾ പൊതുവിദ്യാലയങ്ങളിലെ ഭൗതിക സൗകര്യ വികസനത്തിനും ആധുനികവൽക്കരണത്തിനും സാങ്കേതിക വിദ്യാ സൗഹൃദമാക്കാനും കിഫി ഫണ്ട് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളെ മികവിന്റെ കേന്ദ്രമാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൗതിക സൗകര്യ വികസനത്തിനായി 5 കോടി കിഫി പദ്ധതിയിൽ 141 സ്കൂളുകളും, 3 കോടി കിഫി പദ്ധതിയിൽ 386 സ്കൂളുകളും, 1 കോടി കിഫി പദ്ധതിയിൽ 446 സ്കൂളുകൾക്കും കിഫി ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായുള്ള ശ്രമങ്ങൾക്ക് ഏറെ സഹായകരമാണ് മെച്ചപ്പെട്ട ഭൗതിക കാര്യങ്ങൾ. സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസന കാര്യത്തിൽ വലിയ തോതിൽ മുന്നേറാൻ കിഫി ഫണ്ട് സഹായകരമായി. സംസ്ഥാനത്തെ 973 സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസനത്തിന് കിഫി ധനസഹായം നിർണായകമായ പങ്ക് വഹിച്ചു. 5 കോടി, 3 കോടി, 1 കോടി ധനസഹായമാണ് പ്രാരംഭഘട്ടത്തിൽ വിഭാവനം ചെയ്തത്. എന്നാൽ ഡയറക്ടർ റിവിഷൻ വന്നതിന്റെ ഭാഗമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാത്ത 3 കോടി ധനസഹായം 3.9 കോടിയായും 1 കോടി എന്നത് 1.3 കോടിയായും വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2565 കോടി രൂപയുടെ ഭരണാനുമതി കിഫി മുഖേന ഭൗതിക സൗകര്യ വികസനത്തിനായി വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമായിട്ടുണ്ട്. 5 കോടി കിഫി പദ്ധതിയിൽ 141 സ്കൂളുകളിൽ 139 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 കോടി കിഫി പദ്ധതിയിൽ 386 സ്കൂളുകളിൽ 182 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കി. 1 കോടി കിഫി പദ്ധതിയിൽ 446 സ്കൂളുകളിൽ 198 സ്കൂളുകൾ നിർമ്മാണം പൂർത്തിയാക്കി. ആകെ അനുവദിച്ച 973 സ്കൂളുകളിൽ 519 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 454 സ്കൂളുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. ഇതിൽ 120 വിദ്യാലയങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ ഉള്ളവയാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം KPBR, KMBR, CR റിസർച്ച്, റെയിൽവേ NOC, സ്ഥലം ലഭ്യമല്ലാത്തത്, വെർട്ടിക്കൽ എക്സ്പാൻഷൻ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവയാണ്. ടെൻഡർ നടപടികൾ പൂർത്തിയായ കെട്ടിടങ്ങൾ നിർമ്മാണ ഘട്ടത്തിൽ വീണ്ടും സാങ്കേതിക പരിശോധനയുടെ ഭാഗമായി മണ്ണ് പരിശോധന ചിലയിടത്തെങ്കിലും നിർദ്ദേശിക്കപ്പെടുമ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളും കെട്ടിട നിർമ്മാണത്തെ ബാധിക്കുന്നുണ്ട്. ഇവ ഓരോന്നും പ്രത്യേകമായി പരിഗണിച്ച് തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. ഇതുകൂടാതെ ഫിഷറീസ് വകുപ്പിലൂടെയും മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്ന 57 സ്കൂളുകൾക്ക് 66 കോടി രൂപ ഭൗതിക സൗകര്യ വികസനത്തിനായി കിഫി ധനസഹായം ലഭ്യമായിട്ടുണ്ട്. പ്രസ്തുത സ്കൂളുകളുടെ നിർമ്മാണം തീരദേശ വികസന കോർപ്പറേഷൻ വഴി നടന്നുവരുന്നു. ഇതിൽ 47 സ്കൂളുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന സ്കൂളുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. സ്പോർട്സ് വകുപ്പിലെ 5 സ്കൂൾ കളിസ്ഥലങ്ങളെ വിപുലീകരിക്കുന്നതിനായി 76.38 കോടി രൂപയുടെ പദ്ധതികൾക്ക് കിഫി ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ 45,000 ക്ലാസ് മുറികളെ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കി പ്രൈമറി സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ ഒരുക്കി ഇതുവഴി ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ മുഴുവൻ കുട്ടികൾക്കും പഠനത്തിന്റെ ഭാഗമായി നിർഭയമായി ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ പ്രാപ്യമാക്കുന്ന അവസ്ഥയുണ്ടായി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം എന്ന സംസ്ഥാനത്തിന്റെ പൊതുനിലപാട് ഉയർത്തിപ്പിടിക്കുവാൻ ഇതുവഴി സാധിച്ചു. കിഫി ഫണ്ട് ഉപയോഗിച്ച് കൈറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഹൈടെക് സ്കൂൾ, ഹൈടെക് ലാബ് പദ്ധതികളിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന നേട്ടം കൈവരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1 മുതൽ 12 വരെ ക്ലാസ്സുകളുള്ള 16,027 സ്കൂൾ വിഭാഗങ്ങളിൽ 3,74,274 ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും 4,752 സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുകയും 11,275 പ്രൈമറി വിഭാഗം സ്കൂളുകളിൽ ഹൈടെക് ലാബ് പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. ഈ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് കോവിഡ് കാലത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയത്. IT ഉപകരണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ആവശ്യമായ ഡിജിറ്റൽ ഉള്ളടക്കം നൽകുന്ന സമഗ്ര പോർട്ടൽ ഇപ്പോൾ സമഗ്ര പ്ലസ് എന്ന പേരിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ പശ്ചാത്തല വികസന, അക്കാദമിക ഭരണരംഗത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് നെടുന്തൂണായി പ്രവർത്തിച്ചത് കിഫി ധനസഹായം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കീമുകളായിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കുന്നതിന് കൈറ്റ് 682.06 കോടി രൂപ കിഫി മുഖേന ചെലവഴിച്ചിട്ടുണ്ട്. സമഗ്ര പ്ലസ്, സമ്പൂർണ്ണ സഹിതം പോർട്ടലുകൾക്ക് പുറമെ ഇന്ത്യയിലെ സ്കൂൾ കുട്ടികളുടെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിക്കും ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്.